അങ്ങനെ ഒരു ക്ലാമ്പ് നമ്മൾ ഇതണക്ക് ആക്കി എടുത്ത് അത് കണക്ക് നമുക്ക് 4 ക്ലാമ്പും ഇതണക്ക് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വയ്ക്കുന്നത് കറക്റ്റ് ഞാൻ ഇവിടെ തട്ടുന്നു. പക്ഷേ എൻ്റെ വണ്ടി ആദ്യമേ തട്ടിക്കൊണ്ട് അപ്പം നമ്മൾ അതുകൊണ്ട് ഈ ഇൻഡിക്കേറ്റർ ഇത് നമ്മൾ സ്റ്റോക്ക് NS ഇടുന്ന കണക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അടിയിൽ നമ്മൾ ഒരു ക്ലാമ്പേ കൊടുത്തിട്ടുള്ളൂ. അല്ല കേസ് നമ്മൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സാധിക്കും. ഇന്നത്തെ നമ്മളെ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് ഇൻട്രോ എടുക്കാൻ വന്നേക്കുന്നത്. നമ്മൾ വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഹെഡ് എല്ലാവരും ഇപ്പം മോണോഷോക്കാണ്. എല്ലാവർക്കും USB4 വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പം നമ്മൾ മോണോഷോക്കിൽ ഹെഡ് താക്കുന്ന വീഡിയോ സെറ്റ് ആക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ ക്ലാമ്പൊക്കെ ചെയ്ത് പക്ക ഫിനിഷോടെ നമ്മൾ ക്ലാമ്പ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് ഇത് ഉടനെ ലോഞ്ചിന് ഇരിക്കുന്ന വണ്ടിയാണ്. അതുകൊണ്ടാണ് ഒരുപാട് സൈഡിലോട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണാം. നമുക്ക് ലോഞ്ച് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ കഴിഞ്ഞ വീഡിയോ വേറെ ചെറുക്കാൻ ഇത് ഇടുവല്ലേ റോഫ. എന്ത് പണി എന്ത് ഇന്നത്തെ എന്ത് ഹെഡ് താക്കാൻ പോന്നോ? സെറ്റാക്ക പവറായിട്ട്. കഴിഞ്ഞ വീഡിയോയില് കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് വന്നു. ഇതെന്താ മറച്ച് മൊത്തം വയറാണ്. ഇതെന്ത് 4 ഇൻഡിക്കേറ്റർ വെച്ചെൻ്റെ വയറല്ലേടാ? എന്ത് ചെയ്യാൻ സാധനം കാണിച്ചേ? ആണ്ടേ മുടികൾ കണ്ടേ ഗൈസ് ഒളിച്ചിരിക്കുകയാണ്. ഏത് ബ്രാൻഡൊന്നും ഇല്ലല്ലോ, ഏതെങ്കിലും വെച്ചാൽ മതി. ഗൈസ് പിന്നെ ഇത് ഈ വണ്ടിയുടെ ഹെഡ് താക്കണേ നമുക്കിതാ കണ്ട ഈ 4 ഹെഡ് മതി, അല്ല 4 ക്ലാമ്പ് മതി. പ്ലഗ് ആൻഡ് പ്ലേ ആടാ അല്ലടാ. എന്നാലും പ്ലഗ് ആൻഡ് പ്ലേ ആണെങ്കിലും ഈ ഇതിന്റെ അകത്തോട്ട് എങ്ങനെ പിടിച്ചു കൊടുക്കും? ബാക്കിയെല്ലാം പ്ലഗ് ആൻഡ് പ്ലേ വലിച്ചിളക്കാൻ നിൽക്കണ്ട. ഇത് രണ്ടും ഓക്കെ സെറ്റ്. അപ്പൊ അത് രണ്ടും ഇതിന്റെ അകത്തോട്ട് കൊടുത്താൽ മതി. പിന്നെ ഈ വണ്ടിയുടെ ഹെഡ് നമ്മൾ താക്കാൻ പോകുന്നത്. ഇപ്പൊ എല്ലാരും കമന്റ് ചെയ്താണൊക്കെ നമ്മൾ വീട് സെറ്റ് ആക്കുന്നതായിരിക്കും. ഈ 4 ക്ലാമ്പ് മതി നമുക്ക്. 4 ക്ലാമ്പും പിന്നെ നമ്മൾ കുറച്ച് നട്ടും ബോൾട്ടും ഒക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് വാഷറും നട്ടും ബോൾട്ടും 4 എണ്ണം പറയടാ. ഒരു നട്ട് എന്ത് ചെയ്യടാ? 4 നട്ടും എടുത്ത് 8 വാഷറും 4 ക്ലാമ്പും. ഇപ്പം ഇത്രയും കനം വേണമെന്നൊന്നുമില്ല. ഇതിലും കനം ചെറുതാണെങ്കിൽ അത്രയും നല്ലത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഇതാണ് നമ്മൾ സ്റ്റോക്ക് നമ്പർ പ്ലേറ്റ് ഇരിക്കുന്നത്. അവിടെ നിന്നാണ് ക്ലാമ്പ് അടിച്ച് സെറ്റാക്കാൻ പോകുന്നത്. ഇന്ന് സെറ്റാക്കാൻ പോകുന്ന ആദ്യത്തെ വീഡിയോ കണ്ട് ചെറുക്കണ അല്ലേടാ? വൈറലായ ചെറുക്കൻ ക്യൂട്ട് സൗണ്ട്. ഇതൊക്കെ ക്ലാമ്പ് സെറ്റാക്കിയിട്ട് ഇപ്പോൾ ഒരു സൈഡ് വളച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത സൈഡ് സെറ്റാക്കും അടിച്ച് വളയ്ക്കുന്നുണ്ട്. പൊരിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെയല്ലേ ഇരിക്കണ്ടേ? ഇത് കറക്റ്റാണോ ഇപ്പം? എങ്ങനെ നമ്മൾ ചെറുക്കം പാഞ്ഞ് അഴിക്കുവാണോ? 2 ക്ലാമ്പ് സെറ്റായിട്ടുണ്ട്. വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ലെവലായിരിക്കണ്ട. കറക്റ്റ് ലെവല ഇല്ലല്ലേ? സ്ക്രാച്ച് ആകത്തില്ല. തിരിച്ച് കണ്ടേ സ്ക്രാച്ച് ഒന്നും ആയില്ല. സെറ്റ് കണക്ഷൻ ഇനി കണക്ഷൻ കൊടുത്ത് സെറ്റായിട്ട് കാണിച്ചിട്ടാ. തിരിച്ചിട്ടിട്ടുണ്ട്. തിരിച്ചിട്ടിട്ട് പിന്നെ തിരിച്ചടിച്ച് കളയ്ക്കണം അല്ലേ? ഫുൾ ടൈറ്റ് ആയിട്ട്. അങ്ങനെ ഒരു ക്ലാമ്പ് നമ്മൾ ഇതണക്ക് ആക്കി എടുത്ത് അത് കണക്ക് നമുക്ക് 4 ക്ലാമ്പും ഇതണക്ക് സെറ്റ് ആക്കണം. 2 എണ്ണം വേണ്ട, 4 എണ്ണം വേണ്ട, 2 എണ്ണം മതി. ഇപ്പം 2 എണ്ണം ഇത് സെറ്റാക്കിയിട്ട് ഇങ്ങനെ വയ്ക്കണം. ഇങ്ങനെ വയ്ക്കുമ്പോൾ കറക്റ്റ് ഹെഡ് സ്യൂട്ടാകണ്ട. ഈ ഒരു ഇങ്ങനെ ഇറങ്ങാം. പറഞ്ഞു വിടാ ഇങ്ങനെ അത് തിരിച്ചാണ് ഇഷ്ടമുള്ള രീതി പറഞ്ഞിട്ട് സ്യൂട്ടാകട്ടെ. നട്ടിട്ട് സെറ്റാകട്ടെ. എങ്ങനെ ഇങ്ങനെയാണോ? ഉറപ്പാണേ? ഇത്രയും ക്ലാമ്പ് വേണ്ട. ഒരു സ്ട്രൈറ്റ് ക്ലാമ്പ് മതി നമുക്ക് ഇത് സെറ്റാക്കാൻ പറ്റും. ഇവിടെ നട്ടിടണ്ട. പിന്നെ എൻ്റെ മറ്റേ സാധനം അഴിച്ചു കളയണം. അതാണ്ട് ഹെഡിൻ്റെ ഉള്ളിൽ സാധനമുണ്ട്, അത് നമുക്ക് റിമൂവ് ചെയ്യണം. അതെന്തിനാ അഴിച്ചു കളഞ്ഞ? അതാണ്ട് ഈ ഒരു ക്ലാമ്പ്. അതുകൊണ്ട് ഈ ഒരു ക്ലാമ്പ് അഴിച്ചു മാറ്റണം. എന്നാലും കറക്റ്റ് സൂട്ടാകത്തുള്ളൂ. ഇവിടെ ഇങ്ങനെ വരുന്നത് ഇത് വേണ്ട. ഇപ്പം നമ്മൾ ചെയ്തെടുത്ത എൽ ക്ലാമ്പ് കണ്ട് ഇവിടെ വെച്ച് ടൈറ്റ് ചെയ്യും നമ്മൾ അല്ലേ? എവിടെ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. അതത്രേ ഉള്ളു. എങ്ങനെ? അതെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഹെഡ് പിടിച്ചിട്ട് ചെറുക്കളവ് പോയിട്ട് എങ്ങനെയല്ലേ പിടിക്കുന്നത്? കാണാൻ പറ്റുന്നുണ്ട്. സെറ്റായോ? അണ്ടേ
ഇത് കണക്ക് നമ്മൾ സെറ്റ് ആകാനായിട്ട്. ഒരു ക്ലാമ്പ് മതിയോ? അല്ല 2 വീടാ അടിച്ചറ കുഴപ്പമില്ല വെയ്. അങ്ങനെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണെങ്കിൽ ഒരു ക്ലാമ്പ് കൂടെ ചെയ്തെടുക്കണം. അല്ല ഒരെണ്ണം വെയ് ഇരിക്കട്ട്. ഇത് കണക്ക് തന്നെ ഒരു ക്ലാമ്പ് കൂടെ ചെയ്തെടുക്കണം. ഇങ്ങനെയല്ല ക്ലാമ്പ് ചെയ്യുന്നത് കണക്ക് വളച്ചെടുക്കുന്നത്. ആദ്യമേ സ്ട്രൈറ്റ് ക്ലാമ്പ് എടുത്ത് അവിടെ ഇടുക. ഇതുണ്ടോ ഒരു പൂര് നമുക്ക് ഇങ്ങനെ വെച്ച് നട്ട് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ആണ് വളയ്ക്കാൻ വീരനായിട്ടുള്ള പൈസ. ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചുറ്റിയിൽ വെച്ച് മാടി വളയ്ക്കണം. വളച്ചിട്ട് ഇത് അളവായൊന്ന് നോക്കുന്നു. ഇനി ഇത് അഴിച്ച് തിരിച്ചിടണമല്ലേ? ഇനി അഴിച്ച് തിരിച്ചിട്ടിട്ട് തിരിച്ചിട്ടിട്ട് കാണിച്ചു തരാം. തിരിച്ചിട്ടിട്ടുണ്ട്. തിരിച്ചിട്ടിട്ട് പിന്നെ തിരിച്ചടിച്ച് വളയ്ക്കണം അല്ലേ? ഫുൾ ടൈറ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്തിട്ട് ചിറ്റിയിലെടുക്കുക. തിരിച്ചടിക്കുക. തിരിച്ചഴിച്ചിട്ട് അളവാണോ ചെറുതാണ്. ഇനി ഒരു ക്ലാമ്പ് ഇതാണെങ്കിൽ ഇരുന്നാൽ പോരെ. ഇപ്പുറത്ത് ഇനി നട്ടിട്ട് മുറിക്കാ പോരെ. കറക്റ്റായില്ലേ? ആയടാ സെയിം കണ്ട കറക്റ്റായിട്ടുണ്ട്. പോരല്ലേ? ഇനി ഇപ്പുറത്ത് 2 ക്ലാമ്പ് സെറ്റായിട്ടുണ്ട്. വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ലെവലായിരിക്കണ്ട. കറക്റ്റ് ലെവല ഇല്ലല്ലേ? സ്ക്രാച്ച് ആകത്തില്ല. തിരിച്ചു കണ്ടേ? സ്ക്രാച്ച് ഒന്നും ആയില്ല. സെറ്റ്. കണക്ഷൻ ഇനി കണക്ഷൻ കൊടുത്ത് സെറ്റായിട്ട് കാണിച്ചിടാം. എല്ലാം കഴിഞ്ഞ അങ്ങനെ നമ്മൾ റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഇവിടുത്തെ ഫ്ലാപ്പ് എന്ത് ചെയ്യാം? ഈ ഫ്ലാപ്പിന് സ്ക്രൂ ഇതായിരുന്നു കട്ട് ചെയ്ത് വേണ്ട. നേരെ തിരിച്ച് മറ്റേത് കട്ട് ചെയ്ത്. അത് ഇപ്പുറത്തെ ഫ്ലാപ്പ് എന്തിടാ? അപ്പുറത്തുണ്ടോ? അപ്പം ഇതൊക്കെ സെറ്റ് ചെയ്ത് തരുമ്പോൾ കാണിച്ചു തരാം. സെറ്റാക്കുക. ഇങ്ങനെയാണ് ക്ലാമ്പ് സെറ്റാകേണ്ടത്. അതുകൊണ്ട് ഈ സംഭവത്തിലൂടെ ഈ ക്ലാമ്പിങ്ങനെ സെറ്റാകണം. നമ്മളെൻ്റെ സ്റ്റോക്ക് നമ്പർ പ്ലേറ്റ് വരുന്ന അവിടെ നിന്ന് അങ്ങനെ കൈയൊക്കെ മുറിഞ്ഞ് ചോര ഉണ്ട്. അപ്പം നല്ല റീതി സെറ്റാവും അല്ലേ? ചോര ഉണ്ടോ? സെറ്റല്ലേ? നമ്മൾ ചെറുക്കാൻ ക്ലാമ്പ് അടിച്ച് വളച്ചപ്പം നമ്മൾ ഇച്ചിരി കൂടെ ഓൾട്രേഷൻ ക്ലാമ്പ് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി കൂടെ അടിച്ച് ബെൻഡാക്കി. എന്നാലും നമുക്ക് ഈ ഒരു സെറ്റപ്പ് വേണ്ട. ഇത് കണക്കാണ് ക്ലാമ്പ് വരേണ്ടത്. വേണ്ട നൈസായിട്ടൊന്ന് സെറ്റായിരിക്കും. ഇനി നമുക്ക് സ്പാൻ ഇതല്ലേ കിട്ടും. 10 സ്പാൻ ഏത് മേളി ചുമ്മാ ഇട്ട് പോയോ? ഫുള്ള് ടൈറ്റ് ചെയ്തിട്ട് അവസാനം കാണിച്ചു തരാം. വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആണ്. ഹെഡൊക്കെ പക്ക ഫിനിഷ് ആണ്. ആദ്യമേ ഒന്ന് വിചാരിച്ചാൽ ഇവിടെ തട്ടുന്നത്. പക്ഷേ എൻ്റെ വണ്ടി ആദ്യമേ തട്ടിക്കൊണ്ട്. അപ്പം നമ്മൾ അതുകൊണ്ട് ഈ ഇൻഡിക്കേറ്റർ സെറ്റാക്കി. പക്ഷെ നീളമില്ലാത്ത ഇൻഡിക്കേറ്റർ സെറ്റായതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. അപ്പം അങ്ങനെ വീഡിയോ ഫുള്ള് പക്കയായിട്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ടാകും. ഇത് നമ്മൾ സ്റ്റോക്ക് NS ഇടുന്ന കണക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അടിയിൽ നമ്മൾ ഒരു ക്ലാമ്പേ കൊടുത്തിട്ടുള്ളൂ. ഒരു ക്ലാമ്പേ നമ്മൾ സെറ്റ് ആക്കിയുള്ളൂ. അപ്പോൾ ഇത് ചെയ്യുന്ന ഫുൾ വീഡിയോ നിങ്ങൾ കണ്ടാണ്. അപ്പോൾ ഇത് കണക്കുള്ള വെറൈറ്റി വീഡിയോസ് വേണമെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പം കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല ബ്രോ. എല്ലാവരും ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് കോൺടാക്ട് ചെയ്താൽ അപ്പോൾ നമുക്ക് സെറ്റാക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് കിട്ടും. നമ്മൾ പറ്റുന്ന അത്ര റിപ്ലൈ ചെയ്യുന്നു. പക്ഷേ ഒരുപാട് കമൻറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് റിപ്ലൈ അങ്ങനെ സെറ്റാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണുള്ള വെറൈറ്റി വീഡിയോസ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ഇതിലും നല്ലൊരു വീഡിയോ മറ്റൊരു വീഡിയോ കാണാം. അപ്പോൾ ഗുഡ് ബൈ. ഇന്ന് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്നിപ്പോൾ ഒരു കൊച്ചു വീഡിയോ ആയിരിക്കും. ഇതിപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വണ്ടി ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിലേ പറഞ്ഞല്ലോ, ലോഞ്ചിന് വെച്ചിരിക്കുന്ന വണ്ടിയാണ്. അപ്പം ആ ബ്രോയുടെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പം രണ്ടാമത്തെ കസ്റ്റമർ. ഇതിന് മുമ്പ് ആ വീഡിയോ ആ ബ്രോയുടെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്തറിയാം. ഒരു റെഡ് തീമായിരുന്നു. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് സെറ്റാക്കിയേക്കുന്നത്. അപ്പം ഡൊമിനാറിന് ഹെഡ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതാണൊക്കെ കുറച്ച് നമ്മൾ സെറ്റാക്കി. അപ്പോൾ ഹെഡ് താത്ത് സെറ്റാക്കി. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. അപ്പം നെക്സ്റ്റ് നമ്മൾ അടിപൊളി ഒരു വീഡിയോ, ഒരു മോഡിഫൈ ചെയ്ത ഡ്യൂക്കിൻ്റെ വീഡിയോ നമുക്ക് സെറ്റാക്കി തരാം.